ബഹിരാകാശ നിലയത്തിൽ രണ്ടാഴ്ചക്കാലത്തെ വാസം പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഇന്ന് മടങ്ങും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മടക്കയാത്ര വൈകും എന്നാണ് വിവരം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ആക്സിയം 4 ദൗത്യത്തിൽ ശുഭാംശുവിനോടൊപ്പമുള്ള പോളണ്ടിൽ നിന്നുമുള്ള ബഹിരാകാശ യാത്രികനായ സ്ലോവോസ് ഉസ്നാൻസ്കി വിൻസ്കി ജൂലൈ 14 ശേഷമേ മടങ്ങിയെത്തൂ എന്നാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി അറിയിച്ചത്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ സംഘത്തിന് 14-ാം തീയതിക്ക് ശേഷമേ മടക്കയാത്ര ആരംഭിക്കാൻ സാധിക്കൂ. സമയവും യാത്രാ പദ്ധതിയും ആക്സിയം കമ്പനിയും നാസയും ഇതുവരെയും വ്യക്തമായി പുറത്തുവിട്ടിട്ടില്ല. ജൂൺ 26-നായിരുന്നു ഫാൽക്കൺ 9 റോക്കറ്റിൽ ഘടിപ്പിച്ച ഡ്രാഗൺ പേടകത്തിൽ ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ISS-ൽ ഡോക്ക് ചെയ്തിരിക്കുന്ന ഡ്രാഗൺ പേടകം അൺഡോക്ക് ചെയ്ത് അതിൽ ആണ് ഈ സംഘത്തിൻ്റെ മടക്കയാത്ര. വലിയ നേട്ടങ്ങളുമായാണ് ശുഭാംശു ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം പിന്നിട്ട ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് ശുഭാംശു ശുക്ല സ്വന്തമാക്കി കഴിഞ്ഞു. 7 ദിവസം 21 മണിക്കൂർ 40 മിനിറ്റ് എന്ന രാകേഷ് ശർമ്മയുടെ റെക്കോർഡാണ് മറികടന്നത്. ജൂൺ 26-ന് ബഹിരാകാശ പേടകത്തിൽ എത്തിയ ശുഭാംശു ഇന്ന് 14 ദിവസം തികയ്ക്കുകയാണ്. ജൂലൈ 3 വരെയുള്ള കാലയളവിൽ ആക്സിയം 4 ദൗത്യസംഘം ഭൂമിക്ക് ചുറ്റും 113 ഭ്രമണങ്ങൾ പൂർത്തിയാക്കി. 46.6 ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 12 മടങ്ങാണ് ഈ ദൂരം. ഗുരുത്വബലം കുറഞ്ഞയിടത്ത് ആൽഗകളുടെ വളർച്ച, ടാർഡിഗ്രേഡുകളുടെ ബഹിരാകാശ അതിജീവനം തുടങ്ങിയ പരീക്ഷണങ്ങളിൽ ശുഭാംശു പങ്കാളിയായി. കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണങ്ങൾ നടത്തി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ISRO എന്നിവ വികസിപ്പിച്ച വിവിധ പരീക്ഷണങ്ങളാണ് നടത്തിയത്. ബഹിരാകാശത്ത് നട്ടുവളർത്തുന്ന വിത്തുകൾ ഇന്ത്യയിൽ തിരികെ എത്തിച്ച് തുടർ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കും. ആക്സിയം ദൗത്യത്തിലൂടെ ലഭിച്ച സാങ്കേതിക വിവരങ്ങളും അനുഭവങ്ങളും ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ ദൗത്യത്തിന് വിലപ്പെട്ടതാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തന രീതികൾ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, മൈക്രോഗ്രാവിറ്റി സാഹചര്യങ്ങളിലെ പരീക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് നേരിട്ട് ലഭിക്കുന്നത് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബഹിരാകാശത്ത് ജീവിക്കുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും അനുഭവങ്ങളും പരിചയവും തുടർന്നുള്ള യാത്രികർക്കും പ്രചോദനമാകും. തിരികെ എത്തുന്ന ശുഭാംശു മെഡിക്കൽ നിരീക്ഷണത്തിലാകും. ഫ്ലൈറ്റ് സർജന്മാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഫിസിക്കൽ ട്രെയിനർമാർ എന്നിവർ അടങ്ങുന്ന വൈദ്യസംഘം ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് യാത്രികരെ എത്തിക്കും. നേരത്തെ 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട സുനിത വില്യംസും ബുച്ച് വിൽമോറും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 9 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഭൂമിയിൽ തിരികെ എത്തിയത്. എന്നാൽ ശുഭാംശുവിൻ്റെ മടക്കയാത്രയ്ക്ക് കൂടുതൽ സാങ്കേതിക തടസ്സങ്ങൾ ഇല്ല എന്നാണ് വിവരം. ബഹിരാകാശത്തെ കാലാവസ്ഥ, ഭൂമിയിലെ അന്തരീക്ഷം തുടങ്ങിയ സാഹചര്യങ്ങൾക്കൊപ്പം സാങ്കേതിക സംവിധാനങ്ങളും കാര്യക്ഷമമായാൽ മടക്കയാത്ര ഉടൻ ഉണ്ടാകും. അഭിമാനത്തോടെ നമുക്ക് ഒരുമിച്ച് ശുഭാംശു ശുക്ലയെ തിരികെ ഭൂമിയിലേക്ക് വരവേൽക്കാം.